dear students, welcome to HomeSkul. ഈ ഒരു സെഷനിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്, അതിൻ്റെ ഒരു റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോകണം. ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ആ ഒരു പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ആസിഡ്സ്, എന്താണ് ആസിഡ്സ് എന്ന് പറയുന്നത്? യെസ്, യു ആർ ഓൾറെഡി നോ അല്ലേ. എന്താ ആസിഡ്സ് എന്ന് പറയുന്നത്? ദേ ആർ കെമിക്കൽ സ്പീഷീസ് ദാറ്റ് ഡൊണേറ്റ് പ്രോട്ടോൺസ് ഓർ ഹൈഡ്രജൻ അയോൺസ് ഇൻ aqueous solution. ഓക്കെ, aqueous സൊല്യൂഷനിൽ H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആ സ്പീഷീസിനെ, അങ്ങനെയുള്ള കെമിക്കൽ സ്പീഷീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? യെസ്, ആസിഡ്സ് എന്ന് വിളിക്കും അല്ലേ. നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം. എങ്കിലും നോക്കിക്കേ, ഇവിടെ HCl തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ aqueous സൊല്യൂഷനിൽ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? യെസ്, H3O + Cl- എന്നാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആരാണ് ഈ H3O+ എന്ന് പറയുന്നത്? ഇതിന് മുമ്പ് പറഞ്ഞു H+ ആയിട്ട് അല്ലെങ്കിൽ H+നെ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാരാണ്? ദിസ് ഈസ് ഹൈഡ്രോണിയം അയോൺ. എങ്ങനെയാണ് ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ H+ അയോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല, അതിനങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അത് പെട്ടെന്ന് തന്നെ H2O-യുമായിട്ട്, ഓക്കെ, H2O-യുമായിട്ട് കമ്പൈൻ ചെയ്ത് H3O+ അഥവാ ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും അല്ലേ. ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും. പ്ലസ് Cl- എന്ന ആനയോൺ ആയിട്ടും അത് മാറും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം HCl എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. എന്തുകൊണ്ടാ? ബിക്കോസ് aqueous സൊല്യൂഷനിൽ അത് എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം. HCl അല്ലാതെ വേറെ ഏതാണ്? യെസ്, HNO3, അതുപോലെ തന്നെ H2SO4, ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, then properties of acids. ആസിഡ്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞു വെക്കുക അല്ലേ. നമുക്കറിയാം ഓൾറെഡി അല്ലേ, എന്നാലും നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഹിയർ sour in taste, നമുക്കറിയാം ഒരു sour ടേസ്റ്റ് ആണ് ആസിഡ്സിന് ഉള്ളത്. ദെൻ കണ്ടെയ്ൻ H+ അയോൺസ് അല്ലേ, നമുക്കറിയാം H+ അയോൺസ് ആണ് അതിലുള്ളത്, അല്ലെങ്കിൽ H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എവിടെയാണ്? ഇൻ aqueous സൊല്യൂഷൻ. ദെൻ they have the ability to turn ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് അല്ലേ. വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള സബ്സ്റ്റൻസ് തന്നാൽ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്ത് എങ്ങനെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആ സബ്സ്റ്റൻസിൽ, അത് റെഡ് ആയിട്ട് മാറുന്നു എങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം അതൊരു ആസിഡ് ആണ്, അല്ലെങ്കിൽ അസിഡിക് പ്രോപ്പർട്ടിയാണ് അവിടെ പ്രൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദെൻ കൊറോസീവ് ആയിട്ടുള്ള സ്വഭാവമാണ് ആസിഡ്സ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസ് ലൈക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ കൊറോസീവ് ആയിട്ടുള്ള സ്വഭാവമാണ് ആസിഡ്സിൻ്റേത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ aqueous സൊല്യൂഷൻ. aqueous സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർ എന്ത് ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ഡൊണേറ്റ് ചെയ്യുന്നു? H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ദ എബിലിറ്റി. എന്തിനുള്ള എബിലിറ്റി? യെസ്, ദേ ഹാവ് ദ എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ aqueous സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ pH വാല്യൂ <7. pH വാല്യൂ എന്ന് പറയുന്നത് 7-ൽ താഴെയാണെങ്കിൽ അതും എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? നമ്മുടെ ആസിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആണ്. പലതരത്തിൽ നമുക്ക് ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അത് നോക്കിക്കേ, ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സസ്, ഏത് സോഴ്സിൽ നിന്നാണ് എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഓർഗാനിക് ആസിഡ് എന്നും മിനറൽ ആസിഡ് എന്നും രണ്ടായിട്ട് ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദ നെയിം സജസ്റ്റ്, അതായത് ആ നെയിമിൽ നിന്ന് നമുക്ക് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഐഡിയ കിട്ടുന്നത്? ഓർഗാനിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? യെസ്, ഫ്രം നേച്ചർ. ഓക്കെ, ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സ് ആകാം. ഇനി മിനറൽ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനോർഗാനിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ലാബുകളിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ആസിഡ്സ് ആണ് മിനറൽ ആസിഡ്സ്, ഓർ ദേ ഓൾസോ നോൺ ആസ് ഇനോർഗാനിക് ആസിഡ്സ്. ഫോർ എക്സാമ്പിൾ HCl,
അതുപോലെ തന്നെ H2SO4, HNO3 ഇതെല്ലാം തന്നെ എന്താണ്? മിനറൽ ആസിഡ്സ് ആണ്. ഇനി ഓർഗാനിക് ആസിഡ്സിലേക്ക് വന്നാലോ? നിങ്ങൾക്ക് അറിയാം, ഒരുപാട് എക്സാമ്പിൾസ് അറിയാം അല്ലേ? സിട്രിക് ആസിഡ്, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ള ആസിഡ് ആണ് സിട്രിക് ആസിഡ്. ദെൻ അസറ്റിക് ആസിഡ്, വിനാഗിരിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആസിഡ്സ് ഉണ്ട്. അത് എവിടെ വരും? ഓർഗാനിക് ആസിഡിലാണ് വരുന്നത്. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്, ആസിഡിന്റെ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ആസിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് വാട്ട് ആർ ദേ? യെസ്, ദേ ആർ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ആസിഡ്. അപ്പോൾ എന്താണ് ഈ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ എന്താണ് വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു അക്വസ് സൊല്യൂഷനിൽ 100% അയനൈസ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ 100% അയനൈസ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അവരെ നമ്മൾ സ്ട്രോങ് ആസിഡ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് HCl അക്വസ് സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് H++Cl- എന്ന് അതിന് അയനൈസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ പറയും അതൊരു സ്ട്രോങ് ആസിഡ് ആണ്. ആൻഡ് HCl is an example for a strong acid. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, ഇറ്റ് ഈസ് ഓൾസോ an example for a strong acid. ഓക്കെ, ഇനി വീക്ക് ആസിഡിലേക്ക് വന്നാൽ അപ്പോൾ എന്തായിരിക്കും? പൂർണ്ണമായിട്ടും അയനൈസ് ചെയ്യാൻ കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ പാർഷ്യൽ ആയിട്ടുള്ള അയനൈസേഷൻ ആയിരിക്കും അക്വസ് സൊല്യൂഷനിൽ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അസറ്റിക് ആസിഡ് CH3COOH, അതുപോലെ തന്നെ ഫോമിക് ആസിഡ്, ഇതെല്ലാം തന്നെ എന്തിന് ഉദാഹരണമാണ്? വീക്ക് ആസിഡ്സിന് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് കോൺസെൻട്രേഷൻ, സോ നമുക്ക് കോൺസെൻട്രേഷന്റെ അടിസ്ഥാനത്തിലും ആസിഡ്സിനെ എന്ത് ചെയ്യാൻ സാധ്യമാണ്? ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് വാട്ട് ആർ ദേ? ദേ ആർ കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡൈല്യൂട്ട് ആസിഡ്സ്. നമ്മൾ അത് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത് വാട്ടറിൻ്റെ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ വാട്ടറിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ കോൺസെൻട്രേഷൻ, അത് ആസിഡ്സിൻ്റെ കേസിലാണെങ്കിലും ബേസിസിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എനിവേ, ഹിയർ ഓൺ ദ ബേസിസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആസിഡിനകത്ത്, നമ്മൾ എടുക്കുന്ന ആസിഡ് സൊല്യൂഷനകത്ത് ആസിഡിൻ്റെ കണ്ടന്റ് ആണ് കൂടുതലെങ്കിൽ, അപ്പോൾ വാട്ടറിൻ്റെ കണ്ടന്റ് കുറവായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് വിളിക്കും. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ദാറ്റ് ഈസ് വാട്ടർ കണ്ടന്റ് കൂടുതലും ആസിഡിൻ്റെ കണ്ടന്റ് കുറവുമാണെങ്കിൽ നമ്മൾ അതിനെ ഡൈല്യൂട്ട് ആസിഡ് എന്ന് വിളിക്കും. അപ്പോൾ അതാണ് അവിടെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ്. ഓക്കെ, ആസിഡ്സിൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ ബേസിസ്. ഇനി ബേസിസിലേക്ക് വന്നാൽ എന്താണ് ബേസിസ്? ബേസിസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇതൊക്കെയാണ് നമുക്ക് ഇനി ഒന്ന് ഓർത്തെടുക്കേണ്ടത്. Bases are substances which dissociate in water to give OH minus ions. അല്ലേ, നിങ്ങൾക്ക് അറിയാം OH minus ionsനെ തരാൻ കഴിയുന്നവരാണ് ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? they dissociate in water. വാട്ടറിൽ അവർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് OH minus ions ആണ് അവിടെ ഉണ്ടാവുന്നത്. ഉദാഹരണം നോക്കിക്കേ, NaOH, KOH, ഇതെല്ലാം ബേസിസ് ആണ്. ദാറ്റ് ഈസ് വാട്ടറിൽ അവർ Na+ഉം OH മൈനസുമായിട്ട് മാറുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് NaOH. ഇനി KOH ആണെങ്കിലോ K+ഉം OH മൈനസുമാണ് അത് ഡികമ്പോസ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ബേസിസിനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കേണ്ട കാര്യം. ഇനി പ്രോപ്പർട്ടീസിലേക്ക് വന്നാൽ എന്താണ്? ബിറ്റർ ടു ടേസ്റ്റ്, നിങ്ങൾക്ക് അറിയാം അല്ലേ, കുഞ്ഞു ക്ലാസ്സിൽ മുതലേ നിങ്ങൾ പഠിക്കുന്നതാണ്. ദെൻ സ്ലിപ്പറി ടു ടച്ച്, ദെൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ആസിഡ്സിന് മാത്രമല്ല നമ്മുടെ ബേസിസിനും സാധ്യമാണ്. ദെൻ റിയാക്ട് വിത്ത് ആസിഡ്സ്, ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് യു നോ ദ നെയിം ഓഫ് ദാറ്റ് റിയാക്ഷൻ എന്താണ്? യെസ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ? ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും കിട്ടുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. സോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ബേസിസിനുണ്ട്. ദെൻ ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. ഒരു റെഡ് ലിറ്റ്മസ് ആണ് ഒരു ബേസിക് സൊല്യൂഷനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. സോ അത് എന്തിനെ കാണിക്കുന്നു? ബേസിക് നേച്ചറിനെയാണ് ഇംപ്ലൈസ് ചെയ്യുന്നത്. ദെൻ pH വാല്യൂവിൻ്റെ കേസ് നോക്കിയാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7, 7ൽ കൂടുതലായിരിക്കും. ആൻഡ് കണ്ടെയ്ൻ OH മൈനസ് അയോൺസ്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസസ്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ, ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതുപോലെ ബേസിസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നാൽ ഓൺ ദ ബേസിസ് ഓഫ് സോലബിലിറ്റി വി ക്യാൻ ക്ലാസിഫൈ ബേസസ് ഇൻടു 2. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ആർ ദേ? ദേ ആർ വാട്ടർ സോലബിൾ ബേസസ് ആൻഡ് വാട്ടർ ഇൻസോലബിൾ ബേസസ്. അതായത് വാട്ടർ സോലബിൾ ആകാൻ കഴിയുന്ന ബേസിസിനെയാണ് വാട്ടർ സോലബിൾ ബേസസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ടർ ഇൻസോലബിൾ ബേസസ് എന്ന് പറഞ്ഞാലോ വാട്ടർ ഇൻസോലബിൾ ആയിട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ അവിടെ
മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ആൽക്കലി. എന്താണ് ആൽക്കലി എന്ന് പറയുന്നത്? യെസ്, വാട്ടറിൽ സോലുബിൾ ആകാൻ കഴിയുന്ന ബേസിസിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽക്കലി. അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ആൽക്കലിയും ബേസിസ് ആണ്, പക്ഷെ എല്ലാ ബേസിസും എന്തല്ല, ആൽക്കലി അല്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു അല്ലേ, വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള ബേസിസും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ദെൻ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആസിഡ്സിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിൽ ബേസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദേ ആർ സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ബേസ്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് അയനൈസ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ, അതായത് OH മൈനസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അയനൈസ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ സ്ട്രോങ് ബേസ് എന്നും, അല്ല കംപ്ലീറ്റ് ആയിട്ടല്ല പാർഷ്യലി മാത്രമേ അയനൈസേഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ വീക്ക് ബേസ് എന്നും വിളിക്കും. നിങ്ങൾ ഉദാഹരണം അറിഞ്ഞു വെക്കുക. സ്ട്രോങ് ബേസിന് ഉദാഹരണമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ. ആൻഡ് ഒരു വീക്ക് ബേസിലേക്ക് വന്നാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസിന് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് കോൺസെൻട്രേഷൻ വി ക്യാൻ ക്ലാസിഫൈ ബേസിസ് ഇൻടു 2. വാട്ട് ആർ ദേ? യെസ്, ഒബിയസ്ലി ദേ ആർ കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡൈലൂട്ട് ബേസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് പറയാം അല്ലെ. വാട്ടർ കണ്ടന്റ് കൂടുതലും ബേസ് കുറവുമാണെങ്കിൽ നമുക്ക് പറയാം അത് ഡൈലൂട്ടഡ് ബേസ് ആണെന്ന്. തിരിച്ചാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ബേസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, then dissociation of acids in water. വാട്ടറിലുള്ള ആസിഡ്സിന്റെ ഡിസോസിയേഷൻ ആണ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. എനിവേ, when acids dissolves in water, വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ they ionize to give their corresponding ions. നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, HCl കേസ് എടുത്താൽ ഹൈഡ്രോണിയം അയോണും Cl മൈനസുമായിട്ടാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ആസിഡ്സിൽ ഡിസോസിയേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിസോസിയേഷൻ ഓഫ് ആസിഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നടക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ HClന്റെ സ്ഥാനത്ത് HNO3 ആയിരുന്നെങ്കിലോ എന്തായേനെ? ഇവിടെ H3O++ എന്തായേനെ? NO3 മൈനസ് അല്ലേ, നൈട്രേറ്റ് അല്ലെ, നൈട്രേറ്റ് ആയിട്ട് അത് മാറിയേനെ. ഓക്കെ, ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹിയർ അസിഡിറ്റി ഓഫ് ബേസസ്. ബേസസിന്റെ അസിഡിറ്റിയെ പറ്റിയാണ്. നോക്കിക്കേ, it is the number of ionizable hydroxide ion present in one molecule of a base. ഒരു മോളിക്യൂൾ ബേസിൽ എത്ര അയനൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് അയോൺസ് ഉണ്ട് എന്നതാണ് ബേസിന്റെ അസിഡിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് മോണോ അസിഡിക് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസസ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ ഹൈഡ്രോക്സിൽ അയോൺ വെൻ ഇറ്റ്സ് മോളിക്യൂൾസ് അണ്ടർഗോ കംപ്ലീറ്റ് അയനൈസേഷൻ. കംപ്ലീറ്റ് അയനൈസേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഹൈഡ്രോക്സിൽ അയോൺ മാത്രമാണ് അതിനകത്തുള്ളതെങ്കിൽ നമ്മൾ പറയും അതൊരു മോണോ അസിഡിക് ബേസ് ആണ്. നോക്കിക്കേ, ഉദാഹരണം NaOH. NaOH പറയുമ്പോൾ അവിടെ അയനൈസേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? Na++ OH മൈനസ് എന്നാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു റീപ്ലേസബിൾ ആയിട്ടുള്ള OH മൈനസ് അയോൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മോണോ അസിഡിക് ബേസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ KOH. ഇതും എന്താണ്? ഒരു മോണോ അസിഡിക് ബേസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, then dissociation of bases in water. വാട്ടറിൽ എങ്ങനെയാണ് ബേസസ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, when bases dissolve in water they dissociate to form the corresponding ions. ഇവിടെ KOH ആണ് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. വാട്ടറിന്റെ കേസിൽ, വാട്ടറിന്റെ പ്രസൻസിൽ അത് K+ഉം OH മൈനസുമായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് bases generate OH മൈനസ് അയോൺ ഇൻ വാട്ടർ. നമ്മൾ ആസിഡ്സിന്റെ കേസിൽ H+ പറഞ്ഞതുപോലെ ബേസസിന്റെ കേസിൽ നമുക്ക് പറയാം OH മൈനസ് അയോൺസിനെ ജനറേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ യൂസസ് ഓഫ് മിനറൽ ആസിഡ്സ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന ആസിഡ്സിന്റെ ഉപയോഗങ്ങളാണ്. ഒന്ന് അറിഞ്ഞു വെക്കുക. ഫസ്റ്റ് വൺ, സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്ന ആസിഡ് ആണ് അല്ലേ. സോ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ, മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഡൈസ്, എക്സ്പ്ലോസീവ്, ഇവിടെ എല്ലാം തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ആസിഡ്, അതായത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നൈട്രിക് ആസിഡ്, ദാറ്റ് ഈസ് HNO3 അല്ലേ, is used in the production of ammonium nitrate, manufacturing of urea, etc. Then hydrochloric acid like vannalo, it is used in industrial processes and then production of batteries, photo flash bulbs, etc. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും യൂസ് ചെയ്യുന്നു. ഒന്ന് അറിഞ്ഞു വെക്കുക യൂസസ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത്, അതായത് മിനറൽ ആസിഡ്സിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ,
ദെൻ ബേസിസിൻ്റെ യൂസസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ലോണ്ട്രി ഡിറ്റർജൻസ്, ദെൻ ലൂബ്രിക്കേറ്റിംഗ് ഗ്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, സോപ്സ് ആൻഡ് ബാത്ത് പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രെയിൻ ക്ലീനേഴ്സ്, ടൂത്ത് പേസ്റ്റ് അല്ലേ, ഇവിടെ എല്ലാം തന്നെ ആർക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആരുടെ യൂസസ് ഉണ്ട്, ബേസിസിൻ്റെ യൂസസ് ഉണ്ട്. ഓക്കെ, ദെൻ ഹൗ ഡു വി ഐഡൻറ്റിഫൈ ദ ആസിഡിക് ആൻഡ് ബേസിക് നേച്ചർ അല്ലേ, നമുക്കറിയാം ഈ ആസിഡ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസിസിനെയൊക്കെ സംബന്ധിച്ച് ദേ ആർ കൊറോസീവ് ഇൻ നേച്ചർ. സോ നമുക്ക് പോയിട്ട് ടേസ്റ്റ് ചെയ്ത് അത് സോറാണോ അല്ലെങ്കിൽ ബിറ്റർ ആണോ എന്ന് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. സോ എങ്ങനെയാണ് നമുക്ക് ഒരു സബ്സ്റ്റൻസിൻ്റെ സ്വഭാവം അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയാൻ പറ്റുന്നത്? യെസ്, നിങ്ങൾക്ക് അറിയാമല്ലേ അതിൻ്റെ ആൻസർ എന്താണ്? യെസ്, ഇൻഡിക്കേറ്റേഴ്സ്, റൈറ്റ്. അപ്പം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യമാണ്. അപ്പം എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? that help to identify the nature of a substance. ഒരു വസ്തു അസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ എന്ന് നമ്മളെ പറഞ്ഞു തരാം, അല്ലെങ്കിൽ അത് നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഇൻഡിക്കേറ്റേഴ്സ് അവരുടെ കളർ ചേഞ്ചിലൂടെ, ചിലത് സ്മെല്ലിലുണ്ടാകുന്ന വേരിയേഷനിലൂടെയൊക്കെ നമുക്ക് ഇൻഡിക്കേഷൻ തരും അല്ലേ, അതൊരു ആസിഡ് ആണോ അല്ലെങ്കിൽ ഒരു ബേസിക് സ്വഭാവമാണോ കാണിക്കുന്നതെന്ന്. ഓക്കെ, ഹിയർ there are natural indicators, synthetic indicators and olfactory indicators. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, ആ പേര് പറയുന്നത് പോലെ തന്നെ ഫ്രം നേച്ചർ അല്ലേ, നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നവരെയാണ് നമ്മൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ടേമറിക് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിന് ഉദാഹരണമാണ്. ദെൻ അതുപോലെ തന്നെ ചൈന റോസ്, ഓക്കെ, ചൈന റോസിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ, അതും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഒക്കെ. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. ആൻഡ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്, ഈ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രത്യേകത അവർ സ്മെല്ലിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടാണ് നമുക്ക് എന്ത് തരുന്നത്, ഒരു പ്രൂഫ് തരുന്നത്, അതായത് അസിഡിക് ആണോ അല്ലെങ്കിൽ ഒരു ബേസിക് ആണോ നമുക്ക് തന്ന വസ്തു എന്ന്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒനിയൻ, ക്ലോവ് ഓയിൽ, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്, ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിന് ഉദാഹരണമാണ്. ഓക്കെ, ദെൻ ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡിക്കേറ്റേഴ്സും അവരുടെ ഒറിജിനൽ കളറും തന്നിട്ടുണ്ട്. അസിഡിക് അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻസിൽ അവർ ഏത് കളറ് കാണിക്കും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ചിലപ്പം ചോദ്യങ്ങൾ വരുമ്പം ഡയറക്റ്റ് ആയിട്ട് ഒരു വസ്തു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തരില്ല. ചിലപ്പോൾ പറയുന്നത് ഇന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചപ്പോൾ നമുക്ക് തന്ന സബ്സ്റ്റൻസ് ഈ ഒരു കളർ കാണിച്ചു എന്നായിരിക്കും പറയുന്നത്. അപ്പം നമുക്കൊരു ധാരണ ഉണ്ടാവണം, അങ്ങനെ ചേഞ്ച് വന്നാൽ അതൊരു ആസിഡിക് സബ്സ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ബേസിക് സബ്സ്റ്റൻസ് ആണോ എന്നുള്ള കാര്യം. ക്ലിയർ ആണോ? ഇവിടെ നോക്കിക്കേ, റെഡ് ലിറ്റ്മസ് ആണെങ്കിൽ അത് ആസിഡിൽ ചേഞ്ച് ഒന്നും തരില്ല, ബട്ട് ബേസിൽ ഒരു ബ്ലൂ കളർ തരും. ദെൻ ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിൽ ആസിഡിൽ റെഡ് ആയിരിക്കും, ബേസിൽ നോ ചേഞ്ച്. ഓക്കെ, ദെൻ ടേമറിക് ആണെങ്കിലോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ആസിഡിക് സബ്സ്റ്റൻസ് വൈൽ ഇറ്റ് ടേൺസ് ഇൻ റെഡിഷ് ബ്രൗൺ ഇൻ ബ്ലൂ ഇൻ ബേസ്. ഓക്കെ, ദെൻ ഫിനോഫ്തലിൻ ആണെങ്കിൽ കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അത് ആസിഡിൽ കളർലെസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും, ബട്ട് ഒരു പിങ്ക് കളറിലേക്ക് മാറും ബേസ് ആണെങ്കിൽ. ആൻഡ് മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ അതിൻ്റെ കളർ ഓറഞ്ച് ആണ്, അത് ആസിഡിൽ റെഡും ബേസിൽ യെല്ലോ ആയിട്ടുമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് മെറ്റൽസ്. ഇനി നമ്മൾ ഓരോ റിയാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. മെറ്റലുമായിട്ട് എങ്ങനെയാണ് ആസിഡ് റിയാക്ട് ചെയ്യുന്നത്, ബേസുമായിട്ട് എങ്ങനെയാണ്, മെറ്റൽ കാർബണേറ്റ്സുമായിട്ട് എങ്ങനെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയ കൂടിയാണിത്. അപ്പം അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, when acids react with metals, hydrogen gas is liberated with the corresponding metal salts. അപ്പം നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്, മെറ്റല് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം, മെറ്റലും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ആണ് കിട്ടുന്നത്, ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ റിയാക്ഷൻ തന്നിട്ട് അവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് ഏതാണെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കാം നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങളത് എങ്ങനെ കണ്ടുപിടിക്കണം, ആദ്യം നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഒരു മെറ്റലും ഒരു ആസിഡും ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നോക്കുക. മെറ്റലും ആസിഡും ആണെങ്കിൽ കൺഫേം ആണ്, അത് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് മെറ്റൽ
മെറ്റൽ സോൾട്ടും കിട്ടും, പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. സിങ്ക് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടുന്നത്. ഇനി നിങ്ങളോട് ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു റിയാക്ഷനിൽ ഒരു മെറ്റലും ഒരു ആസിഡും റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? അതാണ് ഒരു A പാർട്ടായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എന്നിട്ട് B പാർട്ടിൽ ആ ഉണ്ടായ ഗ്യാസ് എങ്ങനെയാണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് എങ്ങനെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം? എങ്ങനെ കൺഫേം ചെയ്യാം? യെസ്, അതിന് നമ്മൾ ഓൾറെഡി ഒരു ആക്ടിവിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മളൊരു ട്യൂബ് വഴി ഒരു സോപ്പ് വാട്ടർ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുകയാണ്. അപ്പം ആ സൊല്യൂഷനിൽ നമുക്ക് ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാം. ആ ഉണ്ടാവുന്ന ബബിൾസിലേക്ക് നമ്മളൊരു ബേണിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ബേണിംഗ് മാസ്റ്റിക്കോ കാണിക്കാമെങ്കിൽ ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ യു ക്യാൻ കൺഫേം ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം അത് നിങ്ങൾ വളരെ വൃത്തിയായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക, എങ്ങനെ പ്രസൻസ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം അത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ആക്ടിവിറ്റിയുടെ ഒരു ഇമേജ് തന്നിട്ടാവാം ചോദിക്കുന്നത്. അപ്പം എങ്ങനെ ചോദിച്ചാലും ഈ പാർട്ടിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾ കളയരുത്, അത് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് മെറ്റൽ കാർബണേറ്റ്സ്. മെറ്റൽ കാർബണേറ്റ്സുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ഇനി പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഡിറ്റക്ഷൻ പറഞ്ഞതുപോലെ ഇവിടെയും നമുക്കൊരു കേസ് ഉണ്ട്. ദാറ്റ് ഈസ് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കൺഫേം ചെയ്യുന്നത്. എനിവേ നമുക്ക് നോക്കാം അല്ലേ. ഹിയർ വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽ കാർബണേറ്റ്സ്, carbon dioxide and water are produced along with the corresponding metal salt. അപ്പോൾ നോക്കിക്കേ, മെറ്റൽ കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഒരു കറസ്പോണ്ടിങ് സോൾട്ട് നമുക്ക് അവിടെ കിട്ടും, പ്ലസ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമായിരിക്കും കിട്ടുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങളോട് ഈ രണ്ട് പാർട്ട് തന്നിട്ട് ചിലപ്പോൾ സോൾട്ടും തരും, ബാക്കി എന്തൊക്കെയാണെന്ന് ഫില്ലപ്പ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ തിരിഞ്ഞു പോകരുത്, ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറും ദെൻ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. സോഡിയം കാർബണേറ്റ് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡും വാട്ടറും ദെൻ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ചിലപ്പം ആക്ടിവിറ്റി ഇമേജ് തന്നിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിൽ നിന്ന് ഏത് ഗ്യാസ് ഉണ്ടായി എന്ന് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് എങ്ങനെ കൺഫേം ചെയ്യാം എന്നായിരിക്കും മറ്റൊരു ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യുന്നത്? ഓൾറെഡി നിങ്ങൾ പഠിച്ചാണ് അല്ലേ. എങ്ങനെയാണ്? അവിടെ ഉണ്ടായ ഗ്യാസിനെ നമ്മൾ ലൈം വാട്ടറിലൂടെ കടത്തിവിടുക. ലൈം വാട്ടറിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു മിൽക്കി അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ മിൽക്കി അപ്പിയറൻസ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കാൽസ്യം കാർബണേറ്റ് ആണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ലൈം വാട്ടർ ദാറ്റ് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കാൽസ്യം കാർബണേറ്റും പ്ലസ് വാട്ടറും അവിടെ ഉണ്ടാകും. ഇനി വീണ്ടും നമ്മൾ എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഒരു പ്രസിപ്പിറ്റേറ്റിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യാമെന്ന് കാണാം? കാൽസ്യം ബൈകാർബണേറ്റ്. ഈ കാൽസ്യം ബൈകാർബണേറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോലുബിൾ ആയിരിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ റിയാക്ഷൻസ് കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. നിങ്ങളോട് വേണമെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ എഴുതാൻ പറയാം. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ദെൻ റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും ആസിഡുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയും എന്താണ് കിട്ടുന്നത്? സോൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുന്നത്. That is when acids react with metal hydrogen carbonate, carbon dioxide, water are produced along with the corresponding metal salt. Clear ആണല്ലോ? ഇവിടെ the gas obtained is passed through the lime water which forms a white precipitate calcium carbonate. Same way നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മെറ്റൽ കാർബണേറ്റിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കൺഫേം ചെയ്തത്, സെയിം വേയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. സോ റിയാക്ഷൻ ഓഫ് മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് ആസിഡ്സ്. ഇനി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മെറ്റാലിക് ഓക്സൈഡ്സും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ? Here when acids react with the metallic oxides, water and corresponding salts are formed. മെറ്റാലിക് ഓക്സൈഡ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറുമാണ് കിട്ടുന്നത്. നിങ്ങൾ എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കാം. Then
റിയാക്ഷൻ ഓഫ് ബേസസ് വിത്ത് മെറ്റൽസ്. ബേസസും മെറ്റൽസും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. നോക്കിക്കേ, when some metals react with bases, hydrogen gas is produced along with the corresponding metal salt. ആൻഡ് ഹിയർ എക്സാമ്പിൾ നോക്കിക്കേ, സോഡിയം ഹൈഡ്രോക്സൈഡ് സിങ്കുമായിട്ട്, സിങ്ക് ഒരു മെറ്റൽ ആണല്ലോ, ഓക്കെ, സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം സിങ്കേറ്റും ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടുന്നത്. അപ്പം ബേസ് നമ്മുടെ ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താലും എന്ത് കിട്ടുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് അവിടെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ തരാം, എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. എങ്ങനെ വന്നാലും നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് ഒരു മെറ്റലും ബേസുമാണോ അല്ലെങ്കിൽ മെറ്റലും ആസിഡുമാണോ എന്താണെന്നുള്ള അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ദെൻ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസസ്. So when bases react with non-metallic oxides, water and corresponding salts are formed. Here base ഒരു non-metallic oxide-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സോൾട്ടും വാട്ടറുമാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട്. അപ്പം നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. അത് മനസ്സിലാക്കുക. സോ അത് റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയം കാർബണേറ്റും വാട്ടറുമാണ് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ റിയാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു അല്ലേ? എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? യെസ്, ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹിയർ the reaction in which an acid reacts with a base to give salt and water is known as neutralization reaction. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, HCl ആസിഡ് ആണല്ലോ, NaOH ബേസ് ആണല്ലോ. അപ്പം ആസിഡും ബേസും റിയാക്ട് ചെയ്യുന്നു. സോൾട്ട്, ഇവിടെ ആരാ സോൾട്ട്? സോഡിയം ക്ലോറൈഡ്, നമ്മുടെ കോമൺ സോൾട്ട് ആണ്, അല്ലെങ്കിൽ ടേബിൾ സോൾട്ട് എന്ന് അറിയപ്പെടുന്നു. സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്, പ്ലസ് ആരുണ്ടായി? വാട്ടർ. So this is an example for a neutralization reaction. എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കാട്ടോ. നിങ്ങളോട് എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ തന്നിട്ട് ഈ റിയാക്ഷന്റെ പേര് എന്താണ് എന്ന് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കാട്ടോ. ഓക്കെ, ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ന്യൂട്രലൈസേഷൻ. ഇനി ന്യൂട്രലൈസേഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് അറിഞ്ഞിരിക്കുക. Acidity in stomach is neutralized by antacid tablets. അല്ലേ, നമുക്കറിയാം നമ്മുടെ എന്താണ്, നമുക്ക് ഈ അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഈ അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ ആശ്രയിക്കും? ആൻറ്റാസിഡ് ടാബ്ലറ്റ്സിനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആൻറ്റാസിഡിൻ്റെ ഒക്കെ സിറപ്പ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ന്യൂട്രലൈസേഷൻ തന്നെയാണ് നടക്കുന്നത്. അതായത് ആസിഡിൻ്റെ എമൗണ്ട് കൂടുന്നത് കൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാവുന്നത്. അതിനെ ഒന്ന് കുറയ്ക്കുക എന്നൊരു ആപ്ലിക്കേഷൻ ആണ് ആര് ചെയ്യുന്നത്? ഈ ആൻറ്റാസിഡ് ടാബ്ലറ്റ്സ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്? ന്യൂട്രലൈസേഷൻ ആണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദെൻ sting of bees and ants contains methanoic acid. The corrosive and poisonous effect of acid can be neutralized by rubbing soap that contain NaOH. നമുക്കറിയാം, ഈ ഉറുമ്പൊക്കെ നമ്മളെ കടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർ മെത്തനോയിക് ആസിഡ് എന്ന ഒരു ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ കടിക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സോപ്പ് റബ്ബ് ചെയ്യുന്നത് വഴി ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ സാധ്യമാണ്. ദാറ്റ് ഈസ് NaOH പോലെയുള്ള ബേസസ് അടങ്ങിയ സോപ്പ് കൊണ്ട് റബ്ബ് ചെയ്താൽ അവിടെ ന്യൂട്രലൈസേഷൻ ആണ് നടക്കുന്നത്. സോ ദാറ്റ് വി ക്യാൻ ഓവർകം ദ ഇറിറ്റേഷൻ. ഓക്കെ, farmers neutralize the effect of acidity in the soil by adding slaked lime to the soil. അപ്പം ഫാമേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഈ സോയിലിൻ്റെ അസിഡിറ്റി പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലേക്കഡ് ലൈം ആഡ് ചെയ്യാറുണ്ട് സോയിലിൽ. ഓക്കെ, സോ അതും എന്താണ്? ന്യൂട്രലൈസേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ തിങ്സ് ടു റിമെമ്പർ. ഇനി നമ്മൾ ഈ ആസിഡ്സിനെ പറ്റിയും ബേസിസിനെ പറ്റിയും കുറേ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി. ഇനി അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഏരിയയുമാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, care must be taken while mixing concentrated sulfuric acid or nitric acid with water as the reaction is highly exothermic. അപ്പം നമ്മൾ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ്, അതായത് ഒരു നൈട്രിക് ആസിഡിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ? ഒരു റിയാക്ഷൻ നടന്നിട്ട് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പം
അങ്ങനെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഈ കോൺസെൻട്രേറ്റഡ് ആസിഡും വാട്ടറും തമ്മിലുള്ള മിക്സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ആസിഡ് മസ്റ്റ് ഓൾവേസ് ബി ആഡഡ് ടു വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിംഗ്. അപ്പം എപ്പോഴും ഓർത്ത് വെക്കുക, ആസിഡ് മസ്റ്റ് ബി ഓൾവേസ് ബി ആഡഡ് ടു വാട്ടർ. വാട്ടറിലേക്കാണ് ആസിഡ് ഒഴിക്കേണ്ടത്, അല്ലാതെ ആസിഡിലേക്ക് എന്ത് ആഡ് ചെയ്യരുത്? വെള്ളം ആഡ് ചെയ്യരുത്. അപ്പം നോക്കിക്കേ, അത് നിങ്ങളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് കുറച്ച് ആസിഡ് എടുക്കുന്നു, വാട്ടർ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അവിടെ ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്തിന് കാരണമാകുന്നുണ്ട്? അവിടെ ഒരു സ്പ്ലാഷ് ഔട്ടിന് കാരണമാവും. ഈവൻ നമുക്ക് ബേണിംഗ് വരെ റിസൾട്ട് ചെയ്യാം, അല്ലേ? If water is added to the concentrated acid, then the heat generated may cause the mixture to splash out and cause burns. Okay, അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസിഡ് എപ്പോഴും വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ആഡ് ചെയ്യുന്നത് വഴി എന്താണ് അവിടെ ഉണ്ടാവുന്നത്? ഓക്കെ, മിക്സിംഗ് ആൻ ആസിഡ് ഓർ ബേസ് വിത്ത് വാട്ടർ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ions, that is hydronium ion അല്ലെങ്കിൽ OH minus ions per unit volume. ഓക്കെ, പെർ യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആസിഡ് എന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് ഒഴിക്കുക, അല്ലാതെ തിരിച്ച് വെള്ളം ആസിഡിലേക്ക് ഒഴിക്കാതിരിക്കുക. ഓക്കെ, ദെൻ such a process is called dilution. നമുക്കറിയാം അല്ലേ, ഡൈലൂഷൻ എന്നാണ് ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. ആൻഡ് the acid or base is said to be diluted. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ബേസ് എന്ന് വിളിക്കാം. ഓക്കെ, then what do all acids and bases have in common? എന്താണ് എല്ലാ ആസിഡ്സിലും അല്ലെങ്കിൽ എല്ലാ ബേസിസിലും കോമൺ ആയിട്ടുള്ളത്, അല്ലേ? നോക്കാം. Here when acids dissolve in water, they get ionized to give H plus ions. അല്ലേ, ഏതൊരു ആസിഡിൻ്റെ കേസ് എടുത്താലും അത് H plus ions ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അക്വസ് സൊല്യൂഷനിൽ H plus ions ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി HCl കേസ് എടുത്താൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. HCl വാട്ടറിൽ എങ്ങനെയാണ്? H പ്ലസ് പ്ലസ് Cl മൈനസ്, അല്ലെങ്കിൽ ഈ H പ്ലസ് പെട്ടെന്ന് തന്നെ H2 റിയാക്ട് ചെയ്ത് എങ്ങനെ മാറും? H3O പ്ലസ് പ്ലസ് Cl മൈനസ് ആയിട്ട് മാറുമെന്ന് പറയാം. ആൻഡ് ഈ ഹൈഡ്രോണിയം അയൺ അല്ലെങ്കിൽ H പ്ലസ് അയോൺസിൻ്റെ പ്രസൻസ് ആണ് ആസിഡിന് എന്തിനുള്ള കഴിവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആസിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കാരണം ഈ H പ്ലസിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആക്ടിവിറ്റി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങളോട് ചോദിക്കാം എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ആസിഡിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സാധ്യമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ദെൻ ഇനി ബേസിസിൻ്റെ കേസിലേക്ക് വന്നാൽ, when bases dissolve in water, OH minus ions are produced. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ എന്തായിട്ടാണ്? Na പ്ലസും OH മൈനസുമായിട്ടാണ് മാറുന്നത്. ഓക്കെ, സൊല്യൂഷൻ. ഓക്കെ, ദെൻ ബേസസ് ഓൾസോ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ബേസസും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പഠിച്ചിരുന്നു, അല്ലേ? എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്രത്യേകത? യെസ്, നോക്കാം. ഹിയർ മിക്സ്ചർ ഓഫ് സെവറൽ ഇൻഡിക്കേറ്റേഴ്സ്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കുക, ദേ ഷോ ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ എ സൊല്യൂഷൻ. നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിലെ ഹൈഡ്രജൻ അയോൺ, ദാറ്റ് ഈസ് H പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ഡിഫറൻസ് അനുസരിച്ച് ഡിഫറെൻറ്റ് കളർ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ 2 ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ആ 2 ഡിഫറെൻറ്റ് സൊല്യൂഷനിലുമുള്ള H പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷനും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് ഡിഫറെൻറ്റ് കളർ ആയിരിക്കും തരുന്നത്. ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഡിഫറെൻറ്റ് കളർ ആയിരിക്കും തരുന്നത്, സോ ദാറ്റ് ഇത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ സാധിക്കും, അല്ലേ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? യെസ്, നിങ്ങൾക്ക് അറിയാമല്ലേ, pH ആണ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എ സ്കെയിൽ ഫോർ മെഷറിംഗ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ ആണ് pH എന്ന് പറഞ്ഞത്. pH സ്കെയിലിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ആൻഡ് pH സ്കെയിലിൻ്റെ പ്രത്യേകത അതിൽ 0 to 14 നമുക്ക്
വാല്യൂസ് ഉണ്ട് അല്ലേ, 0 to 14 ആണ് നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്. ആൻഡ് ഇൻഡിക്കേറ്റ്സ് അസിഡിക് ഓർ ബേസിക് നേച്ചർ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ അസിഡിക് സ്വഭാവം അല്ലെങ്കിൽ ബേസിക് നേച്ചർ നമുക്ക് പറഞ്ഞു തരുന്നു. ആൻഡ് പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ നമുക്കറിയാം അതൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, then higher the hydronium ion concentration, lower the pH. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഹയർ ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ പി എച്ച് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു 0 to 14 ആണ് പി എച്ച് റേഞ്ച് എന്ന് പറയുന്നത്, അതിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും പി എച്ചിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്? കൂടുകയാണ്. ആൻഡ് ഹൈഡ്രോണിയം, നമ്മൾ ഇവിടെ എന്താ പറയുന്നത്, ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ പി എച്ച് വാല്യൂ കുറയും. അപ്പം ഇങ്ങോട്ട് വരും തോറും ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂടുന്നതായിട്ടാണ് കാണുന്നത്. ദാറ്റ് ഈസ് പി എച്ച് കുറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പി എച്ചിൻ്റെ കേസ് നോക്കിക്കേ. പി എച്ചിൻ്റെ വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ അതൊരു അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും. ഈക്വൽ ടു 7 ആണെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ അതൊരു ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് പി എച്ചിൻ്റെ റേഞ്ച് തരും, ഡയറക്റ്റ് ആയിട്ട് അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയില്ല. അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളും രണ്ട് പേരുടെ വാല്യൂ തരും, പി എച്ച് വാല്യൂ തന്നിട്ട് ഇതിലാരാണ് മോർ അസിഡിക് അല്ലെങ്കിൽ മോർ ബേസിക്, ഇപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സബ്സ്റ്റൻസ്, അവരുടെ പി എച്ച് വാല്യൂ തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എയുടെ പി എച്ച് വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബിയുടേത് 4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ രണ്ട് പേരിൽ ആരാണ് മോർ അസിഡിക്, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം ആരാണ് മോർ ബേസിക് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ നമുക്ക് ബേസിക് പറയാൻ പറ്റില്ല, നമ്മൾ പഠിച്ചു 2 to 7 റേഞ്ചിലാണ് നമ്മൾ അസിഡിക്, 0 to 7 റേഞ്ചിലാണ് നമ്മൾ അസിഡിക് നേച്ചർ പറയുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, ഇവിടെ മോർ അസിഡിക് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? 2 അല്ലേ. പി എച്ചിൻ്റെ വാല്യൂ കുറയും, ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പി എച്ചിൻ്റെ വാല്യൂ കുറയും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് നമുക്കറിയാം അസിഡിക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 7, ദാറ്റ് ഈസ് 0 to 7 ഇടയിലായിരിക്കും. സോ 2 പി എച്ച് വാല്യൂ കാണിക്കുന്ന എ ആയിരിക്കും മോർ അസിഡിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വെക്കുക, ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി ഉള്ളതാണ് അല്ലേ. അതായത് H+ൻ്റെയും OH- കോൺസെൻട്രേഷൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ടേബിൾ ആണ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഇങ്ങോട്ട് വരും തോറും 7 to 0 വരും തോറും H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനനുസരിച്ച് അസിഡിക് നേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇൻക്രീസ് ഇൻ H+ അയോൺ കോൺസെൻട്രേഷൻ ആണ് ഇങ്ങോട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിഡിക് നേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പി എച്ചിൻ്റെ കേസ് പറഞ്ഞാലോ, ഇങ്ങോട്ട് വരും തോറും പി എച്ചിൻ്റെ വാല്യൂ ലോവർ ആവുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. 7 to 14 നമ്മൾ പോകുന്നതെങ്കിൽ ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ നമുക്ക് പി എച്ച് എങ്ങനെ പറയാം? പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ എവറിഡേ ലൈഫിൽ പി എച്ചിനുള്ള ഇമ്പോർട്ടൻസ് ആണ്. നോക്കിക്കേ, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹ്യൂമൻ ബോഡി വർക്ക്സ് വിത്തിൻ ദ പി എച്ച് റേഞ്ച് ഓഫ് 7 to 7.8, 7.0 to 7.8 റേഞ്ചിലാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ എൻറ്റയർ ബോഡീനെയും അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, when the pH of rain water is less than 5.6, 5.6നേക്കാൾ കുറവാണ് റെയിൻ വാട്ടറിൻ്റെ പി എച്ച് എങ്കിൽ അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് വിളിക്കും. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നതെന്നുള്ള കാര്യം അല്ലേ. ഓക്കെ, അപ്പം ആസിഡ് റെയിൻ്റെ കേസിൽ ആസിഡ് റെയിൻ ഉണ്ടാവാനുള്ള കാരണവും പി എച്ചിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ്. ഓക്കെ, ദെൻ pH change is the cause of tooth decay. അല്ലെ, നമ്മുടെ പല്ലൊക്കെ കേടാകാനുള്ള ഒരു കാരണവും എന്തിലുണ്ട്? ഈ പി എച്ച് ചേഞ്ചിലുണ്ട്. നമ്മുടെ മൗത്തിന് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് പി എച്ച് ആവശ്യമാണ്. അതിനുണ്ടാവുന്ന വേരിയേഷൻസ് എന്തിൽ റിസൾട്ട് ചെയ്യും? ടൂത്ത് ഡീക്കേയിൽ റിസൾട്ട് ചെയ്യും. ഇനി അത് എങ്ങനെ ഓവർകം ചെയ്യാൻ? നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നത് വഴി നമുക്കത് ഓവർകം ചെയ്യാൻ സാധ്യമാണ്. കാരണം ബേസിക് നേച്ചർ ഉള്ളതാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് പി എച്ചിൻ്റെ ഇഷ്യൂസിനെ എന്ത് ചെയ്യും? ഓവർകം ചെയ്യും. ഓക്കെ, ദെൻ
pH in our digestive system. നമുക്കറിയാം acidity problem നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു ആസിഡാണ് HCl എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ബോഡിയിൽ അതുപോലെ തന്നെ pH റേഞ്ചിനൊരു വലിയ ഇമ്പോർട്ടൻസ് ആണ്. ആ pH ഉണ്ടാവുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ഡൈജഷനെയും ബോഡീനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ആൻറ്റാസിഡ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സെൽഫ് ഡിഫെൻസ് ബൈ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ത്രൂ കെമിക്കൽ വാർഫെയർ. ഈ ആനിമൽസും പ്ലാന്റ്സും എല്ലാം എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് pHന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അവർ എന്ത് ചെയ്യാറുണ്ട്, സെൽഫ് ഡിഫെൻസ് ചെയ്യാറുണ്ട്. ഇനി pH ഇൻ സോയിൽ നമ്മൾ പറഞ്ഞല്ലോ ആസിഡിക് അല്ലെങ്കിൽ ബേസിക് സ്വഭാവം, മണ്ണിൻ്റെ അസിഡിക് അല്ലെങ്കിൽ ബേസിക് സ്വഭാവം എന്ന് പറയുന്നതും pHനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. സോ pHനുണ്ടാവുന്ന വേരിയേഷൻ ഈ പ്ലാന്റിൻ്റെ ഒക്കെ ഗ്രോത്തിനെ, പ്രോപ്പർ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം. അപ്പം ഇതെല്ലാം തന്നെ pHന്റെ ഇൻഫ്ലുവൻസ് ആണ് അല്ലെങ്കിൽ pHന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇൻ അവർ എവറിഡേ ലൈഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ സോൾട്ട്സ്. ഇനി നമുക്ക് സോൾട്ടിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. എന്താ സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ അയോണിക് കോമ്പൗണ്ട്സ് ഫോംഡ് ഡ്യൂറിങ് ആൻ ആസിഡ് ബേസ് റിയാക്ഷൻ ഓർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴി അല്ലെങ്കിൽ ആസിഡ് ബേസ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന അയോണിക് കോമ്പൗണ്ട്സ് ആണ് സോൾട്ട് എന്ന് പറയുന്നത്. അയോണിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നമുക്കറിയാം ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് അയോണിക് കോമ്പൗണ്ട്സ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡിൽ NaCl എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സോൾട്ടിന്റെ ഫോർമേഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്, ഒരു ബേസ് ആണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് അതൊരു ആസിഡ് ആണ്. ഓക്കെ, ആസിഡും ബേസും നമ്മൾ റിയാക്ട് ചെയ്യുന്നു. ഇവിടെ സോഡിയം സൾഫേറ്റ് എന്ന സോൾട്ടും പ്ലസ് വാട്ടറുമാണ് ഉണ്ടാവുന്നത്. അപ്പം ഇതൊരു സോൾട്ടാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, pH ഓഫ് സോൾട്ട്, സോൾട്ടിൻ്റെ pH ആണ് അല്ലെങ്കിൽ സോൾട്ടിൻ്റെ pH വെച്ചിട്ട് എങ്ങനെയാണ് സോൾട്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ന്യൂട്രൽ സോൾട്ട് ഉണ്ട്, അസിഡിക് സോൾട്ട് ഉണ്ട്, ബേസിക് സോൾട്ട് ഉണ്ട്. ന്യൂട്രൽ സോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും തമ്മിൽ ഫോം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന സോൾട്ടിനെയാണ് ന്യൂട്രൽ സോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഈക്വൽ ടു 7. എക്സാമ്പിൾ നോക്കിക്കേ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ദെൻ അസിഡിക് സോൾട്ട്, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആണ് ബട്ട് വീക്ക് ബേസ് ആയിരിക്കും. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ആസിഡിക് സോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് pH വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും. എക്സാമ്പിൾ നോക്കിക്കേ, അമോണിയം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, യെസ് അസിഡിക് സോൾട്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ബേസും വീക്ക് ആസിഡുമാണ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സോൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ pH മോർ ദാൻ 7 ആയിരിക്കും, 7ൽ കൂടുതലായിരിക്കും. സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്, ബേസിക് സോൾട്ടിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ സോഡിയം ക്ലോറൈഡ്. ഇനി സോൾട്ടിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൾട്ടാണ് സോഡിയം ക്ലോറൈഡ് അഥവാ നമ്മുടെ ടേബിൾ സോൾട്ട്, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഉപ്പെന്ന് പറയുന്നത് അല്ലേ. ദറ്റ് ഈസ് കോമൺ സോൾട്ട്. Common salt or sodium chloride is formed by combining sodium hydroxide and HCl. Sodium hydroxide ഉം HCl ഉം കമ്പൈൻ ചെയ്താണ് നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. മനസ്സിലാക്കി വെക്കുക. ആൻഡ് അതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് മെനി കൊമേഴ്ഷ്യൽ യൂസസ്, ഒരുപാട് കൊമേഴ്ഷ്യൽ യൂസസ് ഉള്ള ആളാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടേബിൾ സോൾട്ട്, ടേബിൾ സോൾട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇനി ഇതിനെ റിലേറ്റ് ചെയ്തുള്ള കുറേ സോൾട്ടുകളെ പറ്റിയും ഒക്കെയാണ്, അല്ലെങ്കിൽ ഈ സോൾട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൊമേഴ്ഷ്യൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റിയാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നിങ്ങളോട് ചോദ്യങ്ങൾ വരാറുള്ളതാണ് കേട്ടോ. ഓക്കെ, കെമിക്കൽസ് ഫ്രം സോഡിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡിൽ നിന്ന് കിട്ടുന്ന കെമിക്കൽസ്. കോമൺ സോൾട്ട് ഈസ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ. Common salt is used as a raw material for making various materials that are used in our ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ്, ഓക്കെ, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോ മെറ്റീരിയൽ ആയിട്ട് ആരെ ഉപയോഗിക്കും, കോമൺ സോൾട്ടിനെ യൂസ് ചെയ്യും. എക്സാമ്പിൾസ് നോക്കിക്കേ, ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് സോഡിയം ക്ലോറൈഡിൽ നിന്ന് കിട്ടുന്നവയാണ്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൻ്റെ കെമിക്കൽ നെയിം, കോമൺ നെയിം, അതുപോലെ തന്നെ ഇതിൻ്റെ
പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ യൂസസ് എങ്ങനെയാണ്, എല്ലാം പലപ്പോഴായിട്ട് ചോദിക്കാറുള്ളതാണ്. സോ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കേസ് പറഞ്ഞാൽ എങ്ങനെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രിപ്പറേഷൻ? Okay, when electricity is passed through an aqueous solution of sodium chloride, that is brine solution. അങ്ങനെ ബ്രൈൻ സൊല്യൂഷനിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡീകമ്പോസസ് ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് ഡീകമ്പോസ് ചെയ്ത് എന്ത് ഫോം ചെയ്യും? സോഡിയം ഹൈഡ്രോക്സൈഡ്. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്ലോറാൽക്കലി പ്രോസസ്. എന്താണ് ക്ലോറാൽക്കലി പ്രോസസ്? എന്തുകൊണ്ട് ആ പേര് വരാൻ കാരണം? ബിക്കോസ് ഈ പ്രോസസ്സിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസും കിട്ടുന്നുണ്ട്. ആൽക്കലി അല്ലേ, NaOH എന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ബേസ് ആണ്. സോ അതെന്താണ്? ആൽക്കലി ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ ക്ലോറാൽക്കലി പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നുണ്ട് കേട്ടോ, കൂട്ടത്തിൽ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റിയാക്ഷൻ പഠിച്ചു വെക്കുക. NaCl വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിനും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഇമേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ബ്രൈൻ സൊല്യൂഷനിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ക്ലോറിൻ ഗ്യാസും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്. ദെൻ NaOH ഫോം ചെയ്യുന്നു. അപ്പം നോക്കിക്കേ, ഇവിടെ ഒന്ന് അറിഞ്ഞു വെക്കുക, ക്ലോറിൻ ഗ്യാസ് ആനോഡിലാണ് ഗിവ് ഓഫ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ഗിവ് ഓഫ് അറ്റ് കാഥോഡ്, ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് നിയർ ദ കാഥോഡ്, കാഥോഡിന് അടുത്തായിട്ടാണത് ഫോം ചെയ്യുന്നത്. ആൻഡ് ദ 3 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ആർ യൂസ്ഫുൾ. ഈ ഉണ്ടായ 3 പ്രോഡക്ട്സും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സോപ്സ് ആൻഡ് ഡിറ്റർജൻസിൽ യൂസ് ചെയ്യുന്നു. ദെൻ ക്ലോറിൻ, PVC അല്ലെ, PVC പൈപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഇവിടെ എല്ലാം തന്നെ നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈഡ്രജൻ്റെ കേസ് എടുത്താൽ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്ലീച്ചിങ് പൗഡർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല ഓർത്ത് വെക്കുക. നിങ്ങളോട് ചോദിക്കാറുണ്ട് 1 മാർക്കിന് കെമിക്കൽ ഫോർമുല എഴുതാൻ. എന്താണ്? CaOCl2. അപ്പോൾ അതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, the chlorine gas formed in the chloralkali process is used as a raw material in the production of bleaching powder. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ ക്ലോറാൽക്കലി പ്രോസസ്സിൽ പറഞ്ഞ ക്ലോറാൽക്കലി പ്രോസസ്സിൽ എന്തുണ്ടാവുന്നുണ്ട്? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുന്ന ആ ക്ലോറിൻ ഗ്യാസിനെ യൂസ് ചെയ്താണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത്. നോക്കിക്കേ, ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഓർ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കഡ് ലൈം. ഡ്രൈ സ്ലേക്കഡ് ലൈം, ദാറ്റ് ഈസ് CaOH twice. ഓക്കെ, അപ്പോൾ ഫോർമുലകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. റിയാക്ഷൻ ഒക്കെ എഴുതാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. സോ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഈസ് ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ അല്ലെങ്കിൽ ഡ്രൈ സ്ലേക്കഡ് ലൈമിനൊപ്പം നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ റിയാക്ട് ചെയ്യാൻ അനുവദിക്കുകയാണ്. അങ്ങനെ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ബ്ലീച്ചിങ് പൗഡർ, ദാറ്റ് ഈസ് CaOCl2 പ്ലസ് വാട്ടറും കിട്ടും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി ഇതിൻ്റെ യൂസസും കൂടി മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളോട് ഇതിൽ ഏതെങ്കിലും ഒരു യൂസ് ആയിരിക്കും തരുന്നത്. യൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും, ഈ സബ്സ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആണ് A എന്ന് പറയുന്നത്. A എന്ന് പറയുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ തരുന്നത് ഒരു ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പോലെയുള്ള അവിടെ ബ്ലീച്ചിങ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ Aയുടെ കെമിക്കൽ നെയിം എഴുതുക എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം യൂസസും കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. നോക്കിക്കേ, ഹിയർ ഇൻ ബ്ലീച്ചിങ് പ്രോസസ്, അതായത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, അതുപോലെ പേപ്പർ ഫാക്ടറി, ലോണ്ട്രി, അവിടെയെല്ലാം നമ്മൾ ആരെ യൂസ് ചെയ്യും? ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യും. ദെൻ പറഞ്ഞതുപോലെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ആസ് എ ഡിസിൻഫെക്റ്റൻറ്റ്, ഓക്കെ, ടു ഡിസിൻഫെക്ട് ഡ്രിങ്കിങ് വാട്ടർ. അപ്പം യൂസസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ, ഓക്കെ, അതിൻ്റെയും പ്രിപ്പറേഷനും കെമിക്കൽ നെയിം ഒക്കെ ചോദിക്കാറുണ്ട്. എന്താണ്? ദ സോഡ കോമൺലി യൂസ്ഡ് ഇൻ ഫുഡ് പ്രിപ്പറേഷൻ ഈസ് ബേക്കിംഗ് സോഡ. അതിൻ്റെ കെമിക്കൽ നെയിമും കെമിക്കൽ ഫോർമുലയും ചോദിക്കാറുണ്ട്. നോക്കിക്കേ, കെമിക്കൽ നെയിം എന്താണ്? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? NaHCO3, ദാറ്റ് ഈസ് sodium hydrogen carbonate. Okay, then preparation നോക്കിക്കേ, sodium chloride, water, then carbon dioxide plus NH3, ammonia. എന്ത് കിട്ടും? അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്.
സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ റിയാക്ഷൻ നിങ്ങൾ പഠിക്കുക. നിങ്ങളോട് പ്രിപ്പറേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ എഴുതുമ്പോൾ ഒപ്പം ഈ റിയാക്ഷനും അതിനകത്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ ബേക്കിംഗ് സോഡയുടെ പ്രത്യേകതയാണ് ഇറ്റ് ഇസ് എ മൈൽഡ് നോൺ കൊറോസീവ് മെറ്റൽ സോൾട്ട്. മൈൽഡ് ആയിട്ട് നോൺ കൊറോസീവ് ആയിട്ടുള്ളൊരു മെറ്റൽ സോൾട്ട് ആണ് എന്ത്, നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതിൻ്റെ യൂസസിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു യൂസസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഹിയർ ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡറിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനി യൂസ്ഡ് ഇൻ കുക്കിംഗ്, നമ്മൾ കുക്കിംഗ് പേർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. ആസ് ഇറ്റ് പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് മേക്സ് ദ ബാറ്റർ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി. ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഹീറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ അത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ കേക്കിനെയൊക്കെ ഒരു സ്പഞ്ചി ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കിയൊക്കെ വെക്കുന്നത്. ദെൻ യൂസ്ഡ് ഇൻ അൻറ്റാസിഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആസ് ഇറ്റ് ന്യൂട്രലൈസ് ദ excess acid in the stomach due to its alkaline property and used in soda acid fire extinguishers. Then used as neutralizer, bee sting, ഒരു ന്യൂട്രലൈസർ ആയിട്ട് ബീ സ്റ്റിങ്ങിൻ്റെ കേസിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് യൂസ് ഓഫ് ബേക്കിംഗ് സോഡ. യൂസസ് അറിഞ്ഞു വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, വാഷിംഗ് സോഡ. ഇവിടെ ഒരു തെറ്റ് പറ്റാനുള്ള സാധ്യത, നിങ്ങൾ എന്ത് ചെയ്യും, Na2CO3 എന്ന് പറഞ്ഞ കെമിക്കൽ ഫോർമുല എഴുതാറുണ്ട്. അത് തെറ്റാണ്. നോക്കിക്കേ, ഡെക്കാ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് ആണ് നമ്മുടെ വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഫോർമുല ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സോഡിയം കാർബണേറ്റ് ക്യാൻ ഒബ്റ്റെയിൻഡ് ബൈ ഹീറ്റിംഗ് ബേക്കിംഗ് സോഡ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സോഡിയം കാർബണേറ്റ് കിട്ടുന്നുണ്ട്. ഈ സോഡിയം കാർബണേറ്റിന് റീക്രിസ്റ്റലൈസേഷന് വിധേയമാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വാഷിംഗ് സോഡ കിട്ടും. ഓക്കെ, സോ ദ റീക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ഗീവ് വാഷിംഗ് സോഡ. ഓക്കെ, റിയാക്ഷൻ നോക്കിക്കേ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് സോഡിയം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നു. ഓക്കെ, ഈ സോഡിയം കാർബണേറ്റിനെ റീക്രിസ്റ്റലൈസേഷന് വിധേയമാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, വാഷിംഗ് സോഡ. ഓർക്കുക, Na2CO3.10H2O, ഡെക്കാ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് ആണ് എന്ത്, വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ യൂസസിലേക്ക് വന്നാൽ ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ. സോ ഗ്ലാസ് അല്ലെങ്കിൽ സോപ്പ് അതല്ലെങ്കിൽ പേപ്പർ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കോമ്പൗണ്ട്സ്, ബൊറാക്സ് പോലെയുള്ള സോഡിയം കോമ്പൗണ്ട്സിൻ്റെ മാനുഫാക്ചറിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ദ സെയിം തിങ്, ദാറ്റ് ഈസ് വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, ടു റിമൂവ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴായി ചോദിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ 4th ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് ഈ ഹാർഡ്നെസ്സിനെ പറ്റിയൊക്കെ. അപ്പം വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് അതിലുള്ള കാൽസ്യത്തിൻ്റെയും അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ സോൾട്ടുകളാണ്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്ടുകളാണ് റീസൺ ആയിട്ടുള്ളത്. സോ ഇവിടെ ഈ ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനും നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധ്യമാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഡിഫറെൻറ്റ് യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക. ദെൻ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം എന്താണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? നോക്കിക്കേ, ദ ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് കെമിക്കലി അറ്റാച്ച്ഡ് ടു ഈച്ച് ഫോർമുല യൂണിറ്റ് ഓഫ് സോൾട്ട് ഇൻ ഇറ്റ്സ് ക്രിസ്റ്റലൈൻ ഫോം. ക്രിസ്റ്റലൈൻ ഫോമിൽ ഒരു സോൾട്ടിൻ്റെ ഒരു യൂണിറ്റ് ഫോർമുലയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള വാട്ടർ, ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിനെയാണ് നമ്മൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നു അല്ലേ, Na2CO3.10H2O. നോക്കിക്കേ, ഈ ഒരു ഫോർമുലയിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ 10H2O മോളിക്യൂൾ ആണ് എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മറ്റുദാഹരണങ്ങളാണ് ബ്ലൂ വിട്രിയോൾ, ദാറ്റ് ഈസ് CuSO4.5H2O, പെൻറ്റാഹൈഡ്രേറ്റഡ് ആണ് കേട്ടോ, ദാറ്റ് ഈസ് CuSO4.5H2O. ദെൻ ജിപ്സം എന്ന് പറയുമ്പോൾ CaSO4.2H2O,
തിരിഞ്ഞു പോകരുത്. ബ്ലൂ വിട്രിയോൾ പെൻഡാഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ്, വൈൽ ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ്, CaSO4.2H2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ തിരിഞ്ഞു പോകരുത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എങ്ങനെ പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട്. നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് വൈറ്റ് കളറിലുള്ള പൗഡറാണ്. ഈ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് ബോയിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ബ്ലൂ വിട്രിയോൾ ആണ് കിട്ടുന്നത്. അതായത് ഈ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള പൗഡർ ക്രിസ്റ്റലൈൻ ഫോമിലുള്ള ബ്ലൂ വിട്രിയോൾ ആയിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ ആ ബ്ലൂ കളറിലേക്കുള്ള അതിൻ്റെ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനെയാണ്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ജിപ്സത്തിനെ 373 കെൽവിൻ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും എന്ത് റിമൂവ് ആയി പോകും, അല്ലെങ്കിൽ വാട്ടർ ലോസ് സംഭവിക്കുകയും ആൻഡ് അവിടെ കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ഫോം ചെയ്യും. ഈ കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് CaSO4.2H2O. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സസ് വിത്ത് വാട്ടർ ടു ഫോം ജിപ്സം, എ ഹാർഡ് സോളിഡ് മാസ്. ഇനി തിരിച്ച് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസുമായിട്ട് നമ്മൾ വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? അതിൻ്റെ സ്റ്റേറ്റിൽ ഒരു ചേഞ്ച് വരും. അതൊരു സോളിഡ് മാസ് ആയിട്ടാണ് മാറുന്നത്. അതെന്താണ്? ജിപ്സം ആണ്. അപ്പം വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് അവിടെ നിങ്ങൾക്ക് കാണാം. നോക്കിക്കേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ എന്താണ്? CaSO4.2H2 ആണ്. പ്ലസ് നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CaSO4.2H2O. ദാറ്റ് ഈസ് ജിപ്സം. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. തിരിഞ്ഞു പോകരുത്, ഈ ഫോർമുല തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ, ദെൻ യൂസസിലേക്ക് വന്നാൽ യൂസ്ഡ് ഇൻ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ കൈയോ കാലോ എന്തെങ്കിലുമൊക്കെ ഒടിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? സോ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ മേക്കിംഗ് മോൾഡ്സ് ഓർ കാസ്റ്റ് ഫോർ ടോയ്സ്, പോട്രി, സെറാമിക്സ് എക്സെട്ര. ദെൻ മേക്കിംഗ് ഫയർ പ്രൂഫ് മെറ്റീരിയൽസ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നു. ആൻഡ് മേക്കിംഗ് സർജിക്കൽ ബാൻഡ്സ്. സോ ദീസ് ആർ ദ യൂസസ് ഫോർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഈ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പോകട്ടോ. ഓക്കെ, ദ വെരി ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. HCl, C2H5OH. അതാരാ അറിയോ? ഇറ്റ് ഈസ് ethanol. Okay, then C6H12O6 glucose ആണ്. Then H2SO4, that is sulfuric acid. Okay, ഇനി എന്താ നോക്കാം. Which of these compounds do not conduct electricity in solution? തന്നിരിക്കുന്നതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം HClഉം H2SO4ഉം aqueous സൊല്യൂഷനിൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ബിക്കോസ് ഇത് ആസിഡ്സ് ആണ്. ആൻഡ് ഹിയർ എത്തനോളും ഗ്ലൂക്കോസും എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, കാരണം അത് H+നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് പറയാം ഇതിൽ റൈറ്റ് ഓപ്ഷൻ 2ഉം 3യുമാണ്. സോ 2ഉം 3യും വരുന്നത് ഓപ്ഷൻ ബി. സോ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സെക്കൻഡ് വൺ, അതിൽ ABC 3 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് വൺ നോക്കാം. യു ആർ പ്രൊവൈഡഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് തന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഡൈലൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ഡിസ്ക്രൈബ് ചെയ്യാനാണ്, ആ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഡൈല്യൂഷൻ ഓൺ H3O plus bar OH minus ion ratio? ഈ അയോൺസിലെ റേഷ്യോയിൽ എന്ത് ഡിഫറൻസ് ആണ് ഈ ഡൈല്യൂഷൻ്റെ എഫക്റ്റ് മൂലം ഉണ്ടാവുന്നത്? ഓക്കെ, ഇഫ് ദ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇസ് ഇൻക്രീസ്ഡ് ഇൻ എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ will the pH increases or decreases? അവിടെ pHൽ എന്തെങ്കിലും ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകുമോ? ഇനി what are the probable color of pH paper if the pH range is 0.5 to 2? ഒരു 0.5നും 2നും ഇടയിലാണ് pH range എങ്കിൽ എന്താണ് അവിടെ ഒരു
pH പേപ്പറിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു എങ്ങനെയാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. ആൻഡ് ഹിയർ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം? നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുക്കുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആസിഡ് വാട്ടറിലേക്ക് വേണം ആഡ് ചെയ്യാൻ, തിരിച്ച് ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യരുത്. സോ ഹിയർ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, അത് എന്ത് ചെയ്യണം? വളരെ സ്ലോ ആയിട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കണം, എങ്കിലാണ് നമുക്ക് ഡൈല്യൂട്ടഡ് ഫോമിലുള്ള സൾഫ്യൂരിക് ആസിഡിൻ്റെ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ആൻഡ് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഡൈല്യൂഷൻ? ഡൈല്യൂഷനിലുള്ള ഈ അയോൺ റേഷ്യോയുടെ എഫക്റ്റ് എന്താണ്? നമ്മൾ പഠിച്ചു എന്ത് ചെയ്യും? ഈ ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഇറ്റ് ഡിക്രീസസ്. അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ദ എഫക്റ്റ് ഓഫ് ഡൈല്യൂഷൻ ഓൺ ഡൈല്യൂഷൻ, ദ റേഷ്യോ ദിസ് H3O പ്ലസ് bar OH minus ion ratio will decreases. Okay, if the hydronium ion concentration is increased in a solution, ഒരു സൊല്യൂഷനിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ pHൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ pH വാല്യൂ കുറയുമെന്ന്, അല്ലെങ്കിൽ pH റേഞ്ച് ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. 0 to 7 റേഞ്ചിൽ ഇങ്ങോട്ട് പോകും തോറും pH കുറയുകയാണ്, ഇങ്ങോട്ട് പോകും തോറും ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. നമ്മൾ ആ ഇമേജിൽ പഠിച്ചിരുന്നു അല്ലേ. സോ നമുക്ക് പറയാം pH decreases അല്ലേ. pH എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇനി വാട്ട് ആർ ദ പ്രോബബിൾ കളേഴ്സ് ഓഫ് pH പേപ്പർ ഇഫ് ദ pH റേഞ്ച് ഈസ് 0.5 to 2? ഒരു 0.5 to 2 റേഞ്ചിലാണെങ്കിൽ നമുക്ക് പറയാം ആ സബ്സ്റ്റൻസ് ഒരു അസിഡിക് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത് അല്ലേ. അസിഡിക് സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ഒരു റെഡിൻ്റെ ഒരു വേരിയബിൾ ആയിട്ടുള്ള റെഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളർ ആയിരിക്കും അത് pH പേപ്പറിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹിയർ ഹൗ ഡു മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് റിയാക്ട് വിത്ത് ആസിഡ്സ്? ആസിഡ്സുമായിട്ട് എങ്ങനെയാണ് മെറ്റൽ കാർബണേറ്റ്സും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സും റിയാക്ട് ചെയ്യുന്നത്? ടേക്കിംഗ് മഗ്നീഷ്യം ആസ് മെറ്റൽ, മഗ്നീഷ്യത്തിനെ മെറ്റലായിട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കേസസിലും, അതായത് മഗ്നീഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എങ്ങനെയാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷൻ, അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സ്റ്റേറ്റ് ദ മെത്തേഡ് ടു ടെസ്റ്റ് ദ ഗ്യാസ് ഇവോൾവ് ഇൻ ദ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഇവോൾവ് ചെയ്ത ഗ്യാസ്, ഓക്കെ നമുക്കറിയാം അല്ലേ. സോ ഇവോൾവ് ചെയ്ത ഗ്യാസിനെ എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്? അതാണ് നമ്മളോട്, അല്ലെങ്കിൽ അത് ഏത് മെത്തേഡിലൂടെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ചോദ്യം. ഓക്കെ, നമുക്കറിയാം മെറ്റൽ കാർബണേറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ഏതൊരു മെറ്റൽ കാർബണേറ്റ്, അപ്പം നമുക്കറിയാം മെറ്റൽ കാർബണേറ്റ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റും ആയിക്കോട്ടെ, അത് രണ്ടും ആയിക്കോട്ടെ, അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിട്ടുന്നത്. അപ്പം മെറ്റൽ കാർബണേറ്റ്സ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താ കിട്ടുന്നത്? യെസ്, മെറ്റൽ കാർബണേറ്റ്. ഓക്കെ, മെറ്റൽ കാർബണേറ്റ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ആസിഡുമായിട്ട് അല്ലേ. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? എന്തൊക്കെയാണ് കിട്ടുന്നത്? യെസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൾട്ട് കിട്ടും, പ്ലസ് H2O കിട്ടും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനി മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്, മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നെങ്കിലോ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സോൾട്ടും പ്ലസ് H2O പ്ലസ് CO2 ഗ്യാസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാക്കി പാർട്ട് എന്താണ്? നോക്കിക്കേ, ടേക്കിംഗ് മഗ്നീഷ്യം ആസ് മെറ്റൽ റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇൻ ദ ബോത്ത് കേസസ്. രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യണം? മഗ്നീഷ്യം മെറ്റലിനെ യൂസ് ചെയ്തുകൊണ്ട് വേണം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് എടുക്കേണ്ടത് മെറ്റൽ കാർബണേറ്റ് ആണ്. അപ്പം മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ റിയാക്ഷൻ ആണ്. നോക്കിയേ, MgCO3 പ്ലസ്
നമുക്ക് HCl നോക്കാം. HCl ആസിഡ് ആണല്ലോ, HCl. ഓക്കെ, എന്ത് കിട്ടും? നമുക്കിവിടെ മാഗ്നീഷ്യം ക്ലോറൈഡ് ആണ് സോൾട്ട് കിട്ടുന്നത് കേട്ടോ. MgCl2 മാഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് CO2. ഓക്കെ, ഇനി എന്ത് നോക്കണം? ബാലൻസ്ഡ് ആണോ നോക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നോക്കി, ഇവിടെ മഗ്നീഷ്യം ഒരെണ്ണമുണ്ട്, ഇവിടെയും മഗ്നീഷ്യം ഒരെണ്ണമുണ്ട്. സോ മഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. ഇനി കാർബൺ ഒരെണ്ണമുണ്ട്, അവിടെയും കാർബൺ ഒരെണ്ണമാണ്, അതും ബാലൻസ്ഡ് ആണ്. ഓക്സിജന്റെ കേസിൽ 3 ഓക്സിജൻ ഉണ്ട്, അവിടെയോ? അവിടെയും 3 ഓക്സിജൻ ആണ്. സോ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജന്റെ കേസ് നോക്കി, ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ 2 ഹൈഡ്രജനുമാണ്. ക്ലോറിൻ എടുക്കുമ്പോൾ ഇവിടെ ഒരു ക്ലോറിനും ഇവിടെ 2 ക്ലോറിനുമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? യെസ്, സിംപ്ലി ദേ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. ബാലൻസ്ഡ് ആയല്ലോ. ഓക്കെ, സോ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് കേസ് നമുക്ക് എന്താ എഴുതേണ്ടത്? മഗ്നീഷ്യത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലേ. നോക്കിയേ, MgHCO3 ആണോ? ഇങ്ങനെയാണോ എഴുതേണ്ടത്? അല്ല, HCO3 ട്വൈസ് ആണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ് അല്ലേ. ഓക്കെ, പ്ലസ് നമുക്ക് HNO3 റിയാക്ഷൻ നോക്കാം. HNO3. ഓക്കെ, എന്ത് കിട്ടും? ഇവിടെ മഗ്നീഷ്യം നൈട്രേറ്റ് ആണ് കിട്ടുന്നത്. MgNO3 twice plus H2O plus CO2. ഓക്കെ, H2O plus CO2 ബാലൻസ് ചെയ്യുമ്പം എന്ത് ചെയ്താൽ മതി? നോക്കിക്കേ, എല്ലാം കൗണ്ട് ചെയ്ത് നോക്കുക. സോ ചെയ്ത് വരുമ്പം 2HNO3 എന്ന് വരും. ഇവിടെ 2H2O ആൻഡ് ഹിയർ 2CO2. സോ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മഗ്നീഷ്യം 1, മഗ്നീഷ്യം ബാലൻസ്ഡ് ആണ്. ഹൈഡ്രജൻ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 + 2 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ 4 ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജനും ബാലൻസ്ഡ് ആണ്. കാർബൺ, എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. ഇവിടെയോ നോക്കിക്കേ, 2 കാർബൺ ആണ് ഇവിടെയും ഉള്ളത്, കാർബണും ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജന്റെ കേസിൽ നോക്കി, ഇവിടെ 6 ഉണ്ട്. ഓക്കെ, ദെൻ ഹിയർ ഓൾസോ എത്രയുണ്ട്? 6 ഉണ്ട്. ടോട്ടൽ 12 ആണ് ഓക്സിജൻ ഉള്ളത്. ഇവിടെയോ നോക്കിക്കേ, 6 ഉണ്ട്. ദെൻ 2 + 4 എത്ര വരും? 12 തന്നെ വരും. സോ ഓക്സിജനും ബാലൻസ്ഡ് ആണ്. നൈട്രജന്റെ കേസ് നോക്കിയാലോ, 2 നൈട്രജൻ, ഇവിടെയും 2 നൈട്രജൻ. സോ എല്ലാം തന്നെ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സ്റ്റേറ്റ് ദ മെത്തേഡ് ടു ടെസ്റ്റ് ദ ഗ്യാസ് ഇവോൾവ് ഇൻ ദ റിയാക്ഷൻ. ആരാണ് ഇവിടെ ഉണ്ടായ ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൺഫേം ചെയ്യാം നമ്മൾ പഠിച്ചു. യെസ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ദാറ്റ് ഈസ് CaOH ട്വൈസ് അല്ലേ, ലൈം വാട്ടറിലൂടെ കടത്തി വിടുന്നത് വഴി നമുക്ക് കാൽസ്യം കാർബണേറ്റ് കിട്ടും. കാൽസ്യം കാർബണേറ്റും പ്ലസ് H2 ആണ് കിട്ടുന്നത്. ഇതിലേക്ക് വീണ്ടും നമ്മൾ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കടത്തി വിടുകയാണെങ്കിലോ എന്ത് ചെയ്യും? ഈ പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ആയിട്ട് മാറുകയും അവിടെ എന്ത് ഫോം ചെയ്യും? കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ആ ഇക്വേഷൻസും കൂടി നിങ്ങൾ ഇവിടെ എഴുതുക. സോ ദാറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയാലോ. ദെൻ നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് 2 hydrochloric acid and acetic acid, which one is considered a strong acid and why? Write the name, molecular formula of one more strong acid. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ അസിറ്റിക് ആസിഡ് ആണോ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്? ആരാണ്? യെസ്, ഒബിയസ്ലി അത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മോർ അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അക്വസ് സൊല്യൂഷനിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അയനൈസ് ചെയ്ത് H++Cl- ആയിട്ട് മാറും അല്ലെ. H++Cl- ആയിട്ട് മാറാനുള്ള കഴിവ് HCl-നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. പക്ഷേ നമ്മുടെ അസിറ്റിക് ആസിഡിന്റെ കേസിൽ അത് പാർഷ്യൽ ആയിട്ടാണ് അയനൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വീക്ക് ആസിഡിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓർ മോളിക്കുലാർ ഫോർമുല ഓഫ് വൺ മോർ സ്ട്രോങ് ആസിഡ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. എക്സാമ്പിൾ ആണ് കേട്ടോ, സൾഫ്യൂരിക് ആസിഡ്. എന്താ ഫോർമുല? H2SO4. നിങ്ങൾക്ക് പകരം വേണമെങ്കിൽ നൈട്രിക് ആസിഡ് എഴുതാം, HNO3 എഴുതാം, അതും ഒരു സ്ട്രോങ് ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ആൻസർ. ആൻസർ ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ഓഫ് ദ ക്ലോറാൽക്കലി പ്രോസസ്. ക്ലോറാൽക്കലി പ്രോസസ് എന്തായിരുന്നു? യെസ്, നമ്മൾ ബ്രൈൻ സൊല്യൂഷനിലൂടെ എന്ത് കടത്തി വിടുന്നതാണ്? ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്ന പ്രോസസ്സാണ് ക്ലോറാൽക്കലി പ്രോസസ്. അപ്പം
എന്താണ് അതിലെ പ്രോഡക്ട്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. ആൻഡ് ഇവരുടെ ഓരോ യൂസസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. NaOHന്റെ കേസിൽ സോപ്പ് ആൻഡ് ഡിറ്റർജൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ H2 ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Cl2ൻ്റെ കേസിൽ പെസ്റ്റിസൈഡ്സിൽ അതുപോലെ തന്നെ PVC പൈപ്പ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള യൂസസും കൂടി മെൻഷൻ ചെയ്താൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഡ്രോ എ ലേബിൾഡ് ഡയഗ്രാം to show the preparation of hydrogen chloride gas in laboratory. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉള്ളതാണല്ലേ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഉണ്ടാക്കുന്ന ആ ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ ടെസ്റ്റ് ദ ഗ്യാസ് ഇവോൾവ്ഡ് ഫസ്റ്റ് വിത്ത് ദ ഡ്രൈ ആൻഡ് ദെൻ വിത്ത് വെറ്റ് ലിറ്റ്മസ് പേപ്പർ. അവിടെ ആ ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് നമുക്കറിയാം ഇറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറൈഡ് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ഗ്യാസിനെ നമ്മൾ ആദ്യം ഒരു ഡ്രൈ ലിറ്റ്മസ് പേപ്പറിലൂടെയും അതുപോലെ തന്നെ ശേഷം വെറ്റ് ലിറ്റ്മസ് പേപ്പറിലൂടെയും എന്ത് ചെയ്യുക? കടത്തിവിടുക. ഇനി ഇൻ വിച്ച് ഓഫ് ദ ടു കേസസ് ഡസ് ദ ലിറ്റ്മസ് പേപ്പർ ഷോ ചേഞ്ച് ഇൻ കളർ? ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ലിറ്റ്മസ് പേപ്പറിൽ ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നത്? ഏതാണ്? യെസ്, ഇറ്റ് ഈസ് വെറ്റ് ലിറ്റ്മസ് പേപ്പർ അല്ലേ. വെറ്റ് ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോഴാണ് അവിടെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതെ, നമ്മൾ പഠിച്ചതാണ്. ഒരു ആസിഡ്, ഒരാളെ ആസിഡ് എന്ന് വിളിക്കണമെങ്കിൽ അതിന് അക്വസ് സൊല്യൂഷനിൽ എന്ത് ജനറേറ്റ് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിയണം? H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ വെറ്റ് ലിറ്റ്മസ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ലിറ്റ്മസ് പേപ്പറിൽ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് റെഡ് ആയിട്ട് മാറുന്നതായിരിക്കും ഇൻ ദ കേസ് ഓഫ് വെറ്റ് ലിറ്റ്മസ് പേപ്പർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? സ്റ്റേറ്റ് ദ റീസൺ ഫോർ എക്സിബിറ്റിംഗ് ആസിഡിക് ക്യാരക്ടർ ബൈ HCl, ഡ്രൈ HCl ഗ്യാസ് ഓർ HCl സൊല്യൂഷൻ. ഇതിൽ ആരാന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഡ്രൈ HCl ഗ്യാസ് കാണിക്കില്ല, പകരം HCl സൊല്യൂഷൻ ആണ് കളർ ചേഞ്ച് അല്ലെങ്കിൽ ആസിഡിക് ക്യാരക്ടർ കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ അക്വസ് സൊല്യൂഷനിൽ അത് H+ അയോൺസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ H+ അയോൺസ് ആണ് അവിടെ ഒരു ആസിഡിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി പോവുക. ഓക്കെ, ദെൻ ഡിഫൈൻ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? ദെൻ ഗീവ് ദ കെമിക്കൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആസ് എക്സാമ്പിൾ. 2 എക്സാമ്പിൾസും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൗ ക്യാൻ ഇറ്റ് ബി പ്രൂവ്ഡ് that the water of crystallization makes a difference in the state and color of the compounds. Okay, അപ്പം എന്താണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്? ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് അല്ലേ. അതായത് ഒരു ക്രിസ്റ്റൽ, ഒരു സോൾട്ടിൻ്റെ ക്രിസ്റ്റൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഇനി ഗീവ് ദ കെമിക്കൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആസ് എക്സാമ്പിൾസ്. നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ് പഠിച്ചത്? CuSO4.5H2O, ബ്ലൂ വിട്രിയോൾ അല്ലേ. ബ്ലൂ വിട്രിയോൾ എന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ്, ബ്ലൂ കളറാണ്. ദെൻ നെക്സ്റ്റ് വൺ Na2CO3 10H2O അല്ലേ. ഇതും എന്താണ്? മറ്റൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ 2 എക്സാമ്പിൾ എഴുതി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? How can it be proved that the water of crystallization makes a difference in the state and color of the compound? നമ്മുടെ കോമ്പൗണ്ടിൻ്റെ കളറും അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ കാരണം എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. CuSO4.5H2O എന്താ ഇതിൻ്റെ കളറ്? ബ്ലൂ കളറാണ് അല്ലേ. നമുക്കറിയാം ബ്ലൂ കളറാണ്. അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള, പെൻറ്റാഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ആണ്. ഈ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്ത് സംഭവിക്കും? ഇതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ് കേട്ടോ, ക്രിസ്റ്റൽ ഫോമിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് പൗഡർ ഓഫ് കോപ്പർ സൾഫേറ്റ്, CuSO4.
അപ്പം നോക്കി, ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിന് ബ്ലൂ കളർ ഉണ്ടായിരുന്നത്. നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തു പോയി. സോ ദാറ്റ് അത് എന്തായിട്ട് മാറി? വൈറ്റ് കളറിലേക്ക് മാറി. സോ കളർ ചേഞ്ച് കാണിക്കുന്നുണ്ടല്ലോ. ഇനി സ്റ്റേറ്റിനൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നെങ്ങനെ പ്രൂവ് ചെയ്യാം? ഹിയർ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ സ്റ്റേറ്റിൽ, ക്രിസ്റ്റൽ ഫോമിലായിരുന്നു അത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് അല്ലേ. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അത് പൗഡർ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനെ കാണിക്കുന്നു? സ്റ്റേറ്റിലുള്ള ചേഞ്ചിനെ കാണിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് നമുക്ക് ഇങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇവിടെ നിങ്ങളോട് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ കെമിക്കൽ കോമ്പൗണ്ട് X is used in the soap and glass industry. അപ്പം എക്സ് എന്ന് പറഞ്ഞ കെമിക്കൽ കോമ്പൗണ്ട് ആരാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ആ എക്സ് നമ്മൾ സോപ്പ് ആൻഡ് ഗ്ലാസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ബ്രൈൻ. എന്താ ബ്രൈൻ? അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് ബ്രൈൻ എന്ന് പറയുന്നത്. സോ ബ്രൈനിൽ നിന്നാണ് ഈ എക്സ് ഉണ്ടാക്കുന്നതെന്നും ഹിന്റ് തന്നിട്ടുണ്ട്. ഇനി അതിനെ റിലേറ്റ് ചെയ്താണ് ചോദ്യം. റൈറ്റ് ദ കെമിക്കൽ നെയിം, കോമൺ നെയിം ആൻഡ് കെമിക്കൽ ഫോർമുല ഓഫ് എക്സ്. ആരാണ് എക്സ്? അതെ, നമ്മുടെ വാഷിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണ്. ഡെക്കാ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ് ആണ് അല്ലേ. സോ കെമിക്കൽ നെയിം എന്ന് പറയുമ്പോൾ എന്താണ്? സോഡിയം കാർബണേറ്റ്. ഓക്കെ, ഇനി കോമൺ നെയിമോ? വാഷിംഗ് സോഡ. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. എന്താണ്? Na2CO3.10H2O. ഇതാണ് നമ്മുടെ കെമിക്കൽ ഫോർമുല വരുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ദ ഇക്വേഷൻ ഇൻവോൾവ് ഇൻ ദിസ് പ്രിപ്പറേഷൻ. ഇൻ ഇറ്റ്സ് പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എഴുതുന്നത്. NaCl plus H2O plus CO2 plus NH3. നമുക്ക് എന്ത് കിട്ടും? അമോണിയം ക്ലോറൈഡും കിട്ടും. ദാറ്റ് ഈസ് NH4Cl plus NaHCO3. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ NaHCO3 നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? Na2CO3 ആണ് മെയിനായിട്ടും കിട്ടുന്നത്. ഓക്കെ, ഈ Na2CO3നെ ഒപ്പം എന്ത് കിട്ടും? H2O plus CO2. ഓക്കെ, ദെൻ Na2CO3 നമ്മൾ എന്ത് ചെയ്യാണ്? റീക്രിസ്റ്റലൈസേഷന് വിധേയമാക്കുകയാണ്. 10H2O. അപ്പം നമുക്ക് എന്ത് കിട്ടും? Na2CO3 10H2O. ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ കണ്ടെയ്നിങ് കാൽസ്യം ഓർ മഗ്നീഷ്യം സോൾട്ട്സ്. നമ്മൾ യൂസസിൽ പഠിച്ചതാണ്. എന്താണ്? നമ്മുടെ വാഷിംഗ് സോഡയുടെ ഒരു യൂസാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് അല്ലെ. വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമായ ആളുകളാണ് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പം എന്ത് പറയാം? what happens when it is treated with water containing calcium or magnesium salts എന്ന് ചോദിച്ചാൽ it helps to remove the permanent hardness of water. Okay, then അടുത്ത ചോദ്യം. A cloth strip dipped in onion juice is used for testing a liquid X. ഒരു ക്ലോത്ത് സ്ട്രിപ്പ് നമ്മൾ ഒനിയൻ ജ്യൂസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പ് ചെയ്ത ശേഷം നമ്മളൊരു ലിക്വിഡ് എക്സ് എന്ന് പറഞ്ഞ ആളെ ടെസ്റ്റ് ചെയ്യാൻ പോവുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ ലിക്വിഡ് എക്സ് ചേഞ്ചസ് ഇറ്റ്സ് ഓർഡർ. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പം എക്സ് എന്ന് പറയുന്ന ലിക്വിഡ് അതിൻ്റെ ഓർഡറിൽ ഒരു ചേഞ്ച് കാണിച്ചു. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ ഈസ് ഒനിയൻ ജ്യൂസ്? അങ്ങനെയാണെങ്കിൽ ഒനിയൻ ജ്യൂസ് എന്ത് തരം ഇൻഡിക്കേറ്റർ ആണ്? യെസ്, ഇറ്റ് ഈസ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ സ്മെല്ലിൽ ഒരു ചേഞ്ച് ആണ് നമുക്ക് തരുന്നത്. ഒനിയൻ, ക്ലോവ് ഓയിൽ ഒക്കെ എക്സാമ്പിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. സോ ഹിയർ ആൻസർ എന്താണ്? ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ. ദെൻ ലിക്വിഡ് എക്സ് ടേൺസ് ബ്ലൂ, ലിറ്റ്മസ് റെഡ്. ഈ എക്സ് എന്ന് പറയുന്ന ലിക്വിഡ്
ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കൺഫേം ആയിട്ടൊരു കാര്യം മനസ്സിലായി, നമുക്ക് തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആസിഡാണ്, അല്ലെങ്കിൽ ആസിഡിക് സ്വഭാവം കാണിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഹിൻസ് അവിടെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. Then list the observations that the liquid X will show on reacting with the following. താഴെ തന്നിരിക്കുന്നവയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിങ്ക് ഗ്രാനുൾസുമായിട്ട് എക്സ് റിയാക്ട് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് എക്സ് ഒരു ആസിഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ആ എക്സ് ഇസഡൻ എന്ന് പറയുമ്പോൾ മെറ്റലാണ്. നമ്മൾ പഠിച്ചു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സോൾട്ടും കിട്ടും, ഒപ്പം എന്തും കിട്ടും, ഹൈഡ്രജൻ ഗ്യാസുമാണ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ എന്താ അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഓർഡർലെസ് ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസിൻ്റെ എവല്യൂഷൻ, ഒരു ബബിൾസ് അവിടെ ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആൻഡ് അതിൻ്റെ റിയാക്ഷൻ പറയുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ സോളിഡ് സോഡിയം കാർബണേറ്റ്, അതായത് സിംപ്ലി ആസിഡും മെറ്റൽ കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ ആസിഡ് അഥവാ എക്സ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് അല്ലെ, Na2CO3യുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ട് കിട്ടും ആണല്ലോ. പ്ലസ് എന്ത് കിട്ടും, H2O പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അവിടെ കിട്ടുന്നത്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഫോർ ദ റിയാക്ഷൻ ഇൻവോൾവ്. ഇവിടെ ഇൻവോൾവ് ചെയ്ത റിയാക്ഷൻസ് അല്ലേ, ആ ഇക്വേഷൻസ് എഴുതാനാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ആസിഡ് എക്സ് ആണ്, ആ എക്സ് ഇസഡനുമായിട്ട് കമ്പൈൻ ചെയ്ത് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. ദെൻ ആസിഡ് സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കറസ്പോണ്ടിങ് സോൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു ആസിഡ് ഇപ്പോൾ HCl ആണെന്ന് കൺസിഡർ ചെയ്താൽ HCl വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം. അപ്പം HCl ആണെങ്കിലോ HCl സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിങ്ക് ക്ലോറൈഡ് ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ ആണെങ്കിലോ എന്ത് കിട്ടും, HCl സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡും ബാക്കി പ്രോഡക്ട്സും കിട്ടും ആണല്ലോ. അപ്പം ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഗ്യാസ് എക്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ്. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ഇങ്ങനെ നിങ്ങൾക്ക് ഇമേജസ് തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് തന്നിട്ട് അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ദെൻ സോഡിയം കാർബണേറ്റ് ഉണ്ട്. അപ്പം നമുക്കറിയാം ആസിഡും മെറ്റൽ കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷനാണ്. ആസിഡും മെറ്റൽ കാർബണേറ്റും റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആൻഡ് ഈ ഉണ്ടാകുന്ന ഗ്യാസിനെ നമ്മൾ ലൈം വാട്ടർ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കടത്തിവിടുമ്പോൾ പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ആണ് ഫോം ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഇത്തിരി വലിയ ചാപ്റ്റർ ആണെങ്കിലും എളുപ്പമാണ് പഠിക്കാൻ. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു. HomeSkul, where you learn best.